ഹലോ. സോ നമ്മളുടെ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ബ്രെയിനുള്ള ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹാൻഡ് ബ്രെയിൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഈ ഒരു പോർഷൻ നമുക്ക് നോക്കുകയാണെന്നാണ് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് നമുക്ക് എന്താണെന്ന് അറിയാം. മിഡിൽ ഓബ്ലാങ്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വൈബ്രേറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോഡ് പോലത്തെ സംഭവമാണ് ഇന്ന് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അതെന്താണ് നമുക്കറിയാം. ഫോറാമൻ ഡയഗ്രം അവിടെയായിരുന്നു ഈ ഒരു ബ്രെയിൻ എൻഡ് ചെയ്യുന്നത്. അഥവാ ഫോറാമൻ ഡയഗ്രം തൊട്ടിട്ടാണ് സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബ്രെയിനിനോട് ഇൻഫീരിയർ ആയിട്ടാണ് എന്ത് സ്പൈനൽ കോഡ് ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു സ്പൈനൽ കോഡിന് 31 സെഗ്മെന്റ്സ് ഉണ്ട്. 31 സെഗ്മെന്റ്സ് ആയിട്ട് എന്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സ്പൈനൽ കോഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പൈനൽ കോഡിന് ചുറ്റും ബോണി ആയിട്ടുള്ള വെർട്ടിബ്രൽസ് ഉണ്ട്, വെർട്ടിബ്രൽ കോളം ഉണ്ട്. എന്താ പറയാ മെനിഞ്ചസിന്റെ കവറുണ്ട്, 3 ലെയർ ഓഫ് മെനിഞ്ചസ് ഉണ്ട്. അതിനോടൊപ്പം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള എന്താ പറയാ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസും എല്ലാം ഇതിനുണ്ട്, സ്പൈനൽ കോഡിലുണ്ട്. പിന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ 31 സെഗ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 31 സെഗ്മെന്റ്സും ഒരു പെയർ ഓഫ് റിഫ്ലെക്സ് ആർട്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 31 സെഗ്മെന്റ്സിനും ഓരോ പെയർ ഓഫ് റിഫ്ലെക്സ് ആർട്സ് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ പറഞ്ഞു ഈ 31 സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞു ഇത് എൻഡ് ചെയ്തത്. ഓക്കെ, ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നത് അഥവാ അതിൻ്റെ ആ ഒരു എൻഡിനെ വരുന്നവരാണ് കോണസ് മെഡുലാരിസ്. ഈ കോണസ് മെഡുലാരിസ് വരെയാണ്, അഥവാ അതിൻ്റെ ഏറ്റവും ടെർമിനൽ എൻഡിനെയാണ് പറയുന്നത് കോണസ് മെഡുലാരിസ് എന്ന് പറയുന്നത്. ഈ ഒരു കോണസ് മെഡുലാരിസിൽ എൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോമൺസ് മെഡുലാരിസ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റീസണിലൂടെ ഒരുപാട് നമ്മൾ ഓരോ സെഗ്മെന്റിലും ഓരോ പെയർ ഓഫ് നെർവ്സ് അങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു റീജിയനിൽ ഈ ഒരു പെയർ ഓഫ് നെർവ്സ് ഏറ്റവും താഴെ അഥവാ ഏറ്റവും ടെർമിനലിലൂടെ പെയർ ഓഫ് നെർവ്സ് പോകുമ്പോൾ ആ ഒരു നെർവ്സിന്റെ കൂട്ടമൊക്കെ എന്താ ഒരു കുതിരയുടെ വാല് പോലെ ഫീൽ ചെയ്യും, അത് കാണാൻ വേണ്ടി. സോ ആ ഒരു എന്താ പറയാ ആ ഒരു സ്ട്രക്ചറിനെ അത്തരത്തിലുള്ള ഈ ഒരു നെർവ്സും കാര്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുണ്ട്. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഇത് കോഡ എക്വിന. ഓക്കെ, കോഡ എക്വിനാണ് ആ സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമായിട്ടാണ് ബേസിക് ആയിട്ട് ഈ ഒരു വെർട്ടിബ്രൽ കോഡ് പറയുന്ന സ്പൈനൽ കോഡ് പറയുന്ന സമയത്ത് നമുക്ക് പറയേണ്ടതല്ല. ഓക്കെ, ഇനിയുള്ള അടുത്ത പോർഷൻ എടുക്കുന്നത് റിഫ്ലെക്സസ് ആണ്. സോ റിഫ്ലെക്സസ് അല്ല, അതിന് മുമ്പ് അതിന് ഫങ്ഷൻസ് നോക്കാം. എന്തിനാണ് ഈ സ്പൈനൽ കോഡ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ആദ്യത്തെ ഫംഗ്ഷനിലെ കണ്ടക്ഷൻ പാത്ത്. ഈ ഒരു സ്പൈനൽ കോഡാണ്. ഈ സ്പൈനൽ കോഡിലേക്ക് മെസ്സേജ് വന്നിട്ട് പിന്നെ ഈ മെസ്സേജ് സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്ക് പോവുക. അതുപോലെ ബ്രെയിനിൽ നിന്നുള്ള കിട്ടുന്ന എന്താ പറയുക എന്ത് മെസ്സേജാണ് ബ്രെയിനിൽ നിന്ന് റിപ്ലൈ ആയിട്ട് കിട്ടുന്നത്, ആ ഒരു ഫീഡ്ബാക്ക് മെസ്സേജസ് കൊണ്ടുവരുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്. സോ ഈ ഒരു സ്പൈനൽ കോഡ് വഴിയാണ് സെൻസറി മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അസെൻഡിങ്ങും അതുപോലെ മോട്ടോർ ന്യൂറോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസെൻഡിങ്ങും. ഓക്കെ, ഇത്തരത്തില് ഒരു കണ്ടക്ഷൻ പാത്വേ ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്പൈനൽ കോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മെസ്സേജസ് ആണ് മോട്ടി പാസ് ചെയ്യുന്നതും അവിടെ നിന്ന് കിട്ടിയ മെസ്സേജസ് താഴെ കൊണ്ടുവരുന്നതും ഒക്കെ ആരിലൂടെയാണ്? ഒരു സ്പൈനൽ കോഡിലൂടെയാണ്. സോ അതാണ് സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. മറ്റൊരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ റിഫ്ലെക്സസ് തന്നെയാണ്. എന്താണ് റിഫ്ലെക്സ്? നമുക്കറിയാം, സഡൻ ആയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ പറയുന്നത് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് ആയിട്ടുള്ള സഡൻ ആയിട്ടുണ്ടാവുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ഒരു സ്റ്റിമുലസിനോടുള്ള റിഫ്ലെക്സ് അഥവാ ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. സോ ഈ റിഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതൊക്കെയാണ് ആരുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിന് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുക അഥവാ നമുക്കറിയാം ഓരോ റിഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സെഗ്മെന്റ്സും നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഓരോ സെഗ്മെന്റ്സിലും റിഫ്ലെക്സ് ആർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ റിഫ്ലെക്സ് ആർക്കാണ് ഈ ഒരു സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? റിഫ്ലെക്സ് ആർക്ക് കേട്ടോ. ഈ ഒരു റിഫ്ലെക്സ് ആർക്കിലൂടെയാണ് ഈ ഒരു എന്താണ് റിഫ്ലെക്സസിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ മെക്കാനിസംസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കോൺഷ്യസ്നെസ്സിന്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു സ്റ്റിമുലസിനോട് റെസ്പോൺസ് ആണ്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുണ്ടാവുന്ന റെസ്പോൺസ് ആണ് എന്ത് പറയുന്നത് റിഫ്ലെക്സ് ആയിട്ടുള്ള മെക്കാനിസംസ് പറയാം. സോ ഒരു റിഫ്ലെക്സ് ആർക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഡയഗ്രം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം നോക്കണം.
ഇതിൽ ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, അതുപോലെ തന്നെ ഒരു സ്പൈനൽ കോഡ് ക്രോസ് സെക്ഷണൽ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കാം, മറക്കരുത്. ഓക്കെ, നമുക്കറിയാം സ്പൈനൽ കോഡിന്റെ ഔട്ടർ ആയിട്ടുള്ള വൈറ്റ് മാറ്റർ ആണ്, ഇന്നർ ആയിട്ടുള്ള ഗ്രേ മാറ്റർ ആണ്. അതിന്റെ സെൻട്രലിലൂടെ ഒരു ഹോള് പോലത്തെ ഒരു കാര്യമുണ്ട്. അതിലേക്ക് വരുന്ന ഒരു ഡോർസൽ റൂട്ട് ഉണ്ട്, ഒരു വെൻട്രൽ റൂട്ട് ഉണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. സ്പൈനൽ കോഡ് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റാം. ഓക്കെ, അത് അത്രത്തോടെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമില്ല, ബട്ട് സ്റ്റിൽ അതൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് ചോദിക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്പൈനൽ കോഡിന് തന്നെ റിഫ്ലക്സ് ആർക്കായിരുന്നു മറ്റൊരു ഫംഗ്ഷനുകൾ ഇത് നമ്മൾ പറഞ്ഞത്. ഈ ഒരു റിഫ്ലക്സസ് ഉണ്ടല്ലോ, അഥവാ സഡൻ ആയിട്ടുണ്ടാവുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുണ്ടാവുന്ന ഈ ഒരു റിഫ്ലക്സ് ഉണ്ടല്ലോ, ഇൻവോളണ്ടറി ആയിട്ട് വെച്ചാൽ നമ്മൾ വോളണ്ടറിലി ചെയ്യുന്നതല്ല, അഥവാ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല, അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവുന്ന റെസ്പോൺസസ് ആണ്. ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും ചൂടുള്ള വസ്തു തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും അല്ലേ. ചിലപ്പോൾ നമ്മളത് അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. ഭയങ്കര സഡൻ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതായിട്ട് റെസ്പോൺസസ് ആണ് എന്ത് റിഫ്ലക്സസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്ന റെസ്പോൺസസ് ആണെന്ന് പറയുന്നത് റിഫ്ലക്സസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റിഫ്ലക്സസ് നോക്കുന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഫ്ലക്സസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് റിഫ്ലക്സസ് പറയുന്നത്. അതിൽ തന്നെ നമ്പർ ഓഫ് സിനാപ്സിന്റെ ബേസിസിൽ എത്ര നമ്പർ ഓഫ് സിനാപ്സ് പ്രസന്റ് ആണെന്നുള്ളതിന്റെ ബേസിസിൽ നമ്മളൊരു റിഫ്ലക്സ് പറയുന്നത്. റിഫ്ലക്സസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് ആൻഡ് പോളിസിനാപ്റ്റിക് റിഫ്ലക്സ്. സോ നമ്പർ ഓഫ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിഫ്ലക്സ് ആർക്കിന്റെ അഥവാ ഒരു റിഫ്ലക്സ് ആർക്ക് ആ ഒരു ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാം ഒരു സെൻസറി ന്യൂറോൺ ഉണ്ടാവും. ഈ സെൻസറി ന്യൂറോണ് നമ്മളൊരു ചൂടുള്ള വസ്തു തൊട്ടു. സോ ചൂടുള്ള വസ്തു തൊട്ടു എന്നുള്ളത് ആ ഒരു മെസ്സേജ് ഈ ഒരു സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ഒരു സെൻസറി ന്യൂറോൺ ഉണ്ടാവും. അത് ഡോർസൽ വഴി എൻട്രി ചെയ്യും. ഓക്കെ, ഡോർസൽ റീജിയൻ വഴി ആ ഒരു മെസ്സേജ് എൻട്രി ചെയ്യും. ആ ഒരു മെസ്സേജ് എൻ്റർ ചെയ്തിട്ട് ആ ഒരു മെസ്സേജിന് കണക്ട് എന്താ പറയുക സ്പൈനൽ കോഡായിട്ട് കണക്ട് ചെയ്ത ഒരു ഇന്റർ ന്യൂറോൺ ഉണ്ടാവും. സോ ആ ഒരു ഇന്റർ ന്യൂറോണ് സ്പൈനൽ കോഡിന് റെസ്പോൺസ് കൊടുക്കും. ആർക്ക് കൊടുക്കും? ഈ ഒരു മോട്ടോർ ന്യൂറോൺ കൊടുക്കും. ഈ മോട്ടോർ ന്യൂറോൺ കൊണ്ടുപോയിട്ട് ആ ഒരു എന്താ പറയുക എവിടെയാണോ ഏത് ഭാഗത്താണോ നമ്മൾ ആ ചൂടുള്ള ഹോട്ടായിട്ടുള്ള സെൻസേഷൻ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ആ ഭാഗത്ത് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ മസിൽസിന്റെ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈ വിടുന്നത് വലിക്കും. സോ ഇത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തില് എത്ര നമ്പർ ഓഫ് സിനാപ്സ് കൊണ്ട് എന്തായിരുന്നു ഓരോ ന്യൂറോൺസും തമ്മിലുണ്ടാകുന്ന ജംഗ്ഷൻസിന് അഥവാ ഒരു ന്യൂറോണും വേറെ ന്യൂറോണും തമ്മിലുണ്ടാകുന്ന കണക്ഷൻസിന് നമുക്ക് എന്താ പറയാൻ പറ്റും? സിനാപ്സ് എന്ന് പറയാൻ പറ്റും. സോ ഒരു മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു സിനാപ്സ് മാത്രമേ അവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ. മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് പേര് തന്നെ ഉണ്ട് അല്ലെ, മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് അഥവാ ഒരു സിനാപ്സ് മാത്രമാണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. സോ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ റീജിയനിൽ ഒരു സിനാപ്സ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവിടെ സെൻസറി മോട്ടോറിന്റെയും അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോൺസിന്റെയും ഇടയിൽ ഒരു ഇന്റർ ന്യൂറോൺ പ്രസന്റ് അല്ല. ഓക്കെ, ഇന്റർ ന്യൂറോൺ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ മിനിമം 2 സിനാപ്സിന്റെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇന്റർ ന്യൂറോൺ പ്രസന്റ് അല്ലാത്ത സിറ്റുവേഷനിൽ മാത്രമേ ഒരു സിംഗിൾ ആയിട്ടുള്ള സിനാപ്സ് ഉണ്ടാവുള്ളൂ. സോ അത്തരത്തിലുള്ള സിനാപ്സ് ഉള്ള എന്താ പറയാ റിഫ്ലക്സ് ആക്കി നമ്മൾ പറയുന്നതാണ് മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. പാറ്റുലാർ റിഫ്ലക്സ് എന്ന് പറയും. പാറ്റുലാർ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാമർ ആയിട്ടുള്ള ചെറിയൊരു ഹാമർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുട്ടിന് കുറച്ച് താഴെ സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് അഥവാ അടിക്കുന്ന സമയത്ത് ആ എന്താ പറയുക കാൽമുട്ട് നേരെ പൊങ്ങി നിൽക്കും. ഓക്കെ, അത് കാലിൽ കേട് വന്നിട്ടുണ്ടോ, ആ ഒരു ടെൻഡൻ പൊട്ടി പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സോ അതിന് നോർമൽ ആയിട്ടുള്ള വ്യക്തിയിൽ അങ്ങനെ സാധാരണ ഇരിക്കുന്ന സമയത്ത് ആ മുട്ടിനെ കുറച്ച് താഴെ അത്തരത്തിൽ ഒരു ഹാമർ വെച്ചിട്ട് സ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാല് നേരെ നിൽക്കണം. ഓക്കെ, സോ അത്തരത്തിലുള്ള റിഫ്ലക്സസ് ആണ് എന്തുള്ളത്? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് മോണോസിനാപ്റ്റിക് റിഫ്ലക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പാറ്റുലാർ റിഫ്ലക്സ്, ഒരു അക്വേറിയസ് റിഫ്ലക്സ്. റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കാലിന്റെ താഴെയാണ്. പക്ഷേ നമ്മുടെ ഫുട്ടിനെ കുറച്ച് മുകളിലായിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ കാലിന്റെ ഫുട്ട് ഉണ്ടല്ലോ അത് ഇങ്ങനെ നേരെ ശരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ അത്തരത്തിലുള്ള റിഫ്ലക്സസും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്? മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് പറയുന്നത്. അതിന്റെ അടുത്തതാണ് പോളിസിനാപ്റ്റിക് റിഫ്ലക്സ്. പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് നമുക്ക് അപ്പോൾ അറിയുന്നുണ്ടാവും അല്ലെ. മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർ ന്യൂറോൺ ആബ്സെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ പോളിസിനാപ്റ്റിക് റിഫ്ലക്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നിലധികമോ ഇന്റർന്യൂറോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നിലധികമോ ഉള്ള ഇന്റർന്യൂറോൺസ് പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് പറയുന്നത് പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. സോ അതിനും ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ വിഡ്രോവൽ റിഫ്ലക്സും കാരണമൊക്കെ ഈ ഒരു പോളിസിനാപ്റ്റിക് റിഫ്ലക്സിന് എക്സാമ്പിൾ ആണ്. ലൈക്ക് നമ്മൾ ഫോട്ടോയുടെ വസ്തു തൊട്ടിട്ട് പെട്ടെന്ന് കൈ വയ്ക്കുക. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഈ ഒരു പോളിസിനാപ്റ്റിക് റിഫ്ലക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തൊരു റിഫ്ലക്സ് ആയിട്ട് പറയുന്നത് ക്രോസ്ഡ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ്. ക്രോസ്ഡ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് സോ നമ്മൾ പിന്നെ നടന്നു പോകുന്ന വഴിക്ക് അറിയാണ്ട് ഉള്ളിൽ ചോട്ടി. ഓക്കെ, ഉള്ളിൽ കാല് ചോട്ടി കഴിഞ്ഞാൽ നമ്മളെ കാലിനെ പൊന്തിക്കും. സോ പെട്ടെന്ന് കാലിനെ പൊന്തിക്കും. സോ ഈ കാല് പൊന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു 2 ലെഗിലും കൂടിയാണ്. ഓക്കെ, ഈ നമ്മുടെ ബോഡിയിൽ നേരെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? 2 ലെഗും ഒരുപോലെ ശരിയായിട്ട് നിലത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. സോ പെട്ടെന്ന് ഒരു കാലിനെ പൊന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ആ ഒരു ബോഡിയില് ഒറ്റ കാലില് പെട്ടെന്ന് 2 കാല് നടക്കുന്നുകൊണ്ട് ഇരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഒരു കാല് ബാലൻസ് മൊത്തം പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ് പോകുന്നതൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ വീണ് പോവില്ല. അത് വീണ് പോവാണ്ട് നമ്മുടെ ബോഡിയിലെ ഒരു ലെഗില് ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത്, ഒരു ലെഗിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന സമയത്ത് പോലും ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ ലെഗ് ഈ ഒരു ബോഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ആ ഒരു റിഫ്ലക്സിനെ പറയുന്നതാണ്. ഓക്കെ, ഒരു ബോഡിയില് നമ്മള് ഒരു പെയിൻ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വിഡ്രോവൽ റിഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട് നമുക്ക്. ആ ഒരു വിഡ്രോവൽ റിഫ്ലക്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ബാലൻസും കാരണം നഷ്ടപ്പെട്ട് പോകാണ്ട് ആ ബോഡിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റിഫ്ലക്സ് ആണ് പറയുന്നത് ക്ലോസ്ഡ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മൂവ്മെന്റ് കോർഡിനേഷൻസിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആണ് ക്ലോസ്ഡ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം വെച്ചാൽ ഒരു വ്യക്തി നടന്നു പോയിരുന്നു, ഇതിലും ആണികളോ കാര്യങ്ങളോ ചൂടുന്ന സമയത്ത് നമ്മുടെ കാല് വരയ്ക്കും. അപ്പോ നമ്മുടെ ബോഡി വെയിറ്റ് മൊത്തം ബാലൻസ് ചെയ്യുന്നതാണ് മറ്റേ ലെഗാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അല്ലെ, വലിയൊരു ഡിഫറൻസസും കാര്യമൊന്നും അതിലൊന്നുമില്ല. അത്തരത്തിലൊരു ബോഡി വെയിറ്റിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ മാനേജ് ചെയ്യുന്നതിനും അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനും അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലോസ്ഡ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ് ആണ്. അടുത്ത റിഫ്ലക്സ് ആണ് മാസ് റിഫ്ലക്സ്. സോ മാസ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് തന്നെയാണ് മാസ് റിഫ്ലക്സ്. ഒരുപാട് കൂട്ടം ഓഫ് റിഫ്ലക്സസ് ആണ്. അതുണ്ടാവുന്ന ടൈപ്പ് ഓഫ് റിഫ്ലക്സ് ആണ് മാസ് റിഫ്ലക്സ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്റ്റിമുലസ് വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ റിഫ്ലക്സ് ആൾക്കല്ലാതെ ഒരുപാട് റിഫ്ലക്സസ് ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ റിഫ്ലക്സ് ആൾക്ക് മാത്രമല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള റിഫ്ലക്സ് ആൾക്ക് ആക്ടിവേറ്റ് ആവുന്ന റിഫ്ലക്സിനെ നമ്മൾ എന്താ പറയുന്നത് മാസ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. സോ അത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വല്ലാതെ പേടിച്ചു, എന്തെങ്കിലും ഒരു പേടി വരുന്ന ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ വല്ലാതെ പേടിച്ചു പോകണം. സോ ഈ പേടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ എഫക്ട് ഉണ്ടാവുന്നുണ്ട്? ഒരുപാട് എഫക്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമ്മുടെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ആവുന്നുണ്ട്, അതുപോലെ എന്താ പറയാ ഈ രോമങ്ങളുണ്ടല്ലോ അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. ഒരുപാട് ഡിഫറൻസ് നമ്മുടെ ബോഡിയിലെ ഹാർട്ട് ബീറ്റിലുള്ള ഇൻക്രീസസ് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. സോ അതുപോലെ പറഞ്ഞ കാര്യം ഇപ്പോൾ എന്താ പറയുക നോസിയ പോലത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നില്ലേ, അത് ഛർദ്ദിക്കാൻ വേണ്ടി വരും. സോ ഒരുപാട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ കാണിക്കാറുണ്ട് ആ ഒരു സമയത്ത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിനു പറയുന്നത് മാസ് റിഫ്ലക്സസ് എന്ന് പറയുന്നത്. എക്സാംസ് എന്നൊക്കെ പറയുന്നത് അത്ര ഒരുപാട് പറയാനൊന്നും ചുറ്റമുള്ള അതിലില്ല. ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു മാസ് റിഫ്ലക്സസിന്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റിയത്. ഓക്കെ, പിന്നെ അതിന്റെ ഡയഗ്രാംസും കാര്യങ്ങളും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മോഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മോണോസിനാപ്റ്റിക് റിഫ്ലക്സ് എന്താണ്, പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് എന്താണ്, അതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡയഗ്രാംസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. സോ അതൊക്കെ ചെക്ക് ചെയ്യാം. അതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചോദിക്കാം. സോ ഇതോടെ ഈ ഒരു മുഴുവൻ ചെറിയൊരു മുഴുവനായിരുന്നു. സോ നമ്മുടെ മുഴുവൻ എൻഡ് ആയിട്ടുണ്ട്. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ അഥവാ ഗ്രൂപ്പിലോ ഒക്കെ മെസ്സേജ് ചോദിക്കാം. ഓക്കെ.